ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ പോർക്ക് എങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പോർക്കിന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ കറി വെക്കുന്നത് കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇവനെ ഏതാട്ടെ ഫസ്റ്റ് തന്നെ കറി തന്നെയാണോ വെച്ചിരുന്നത് എന്ന് വിചാരിക്കും. നോക്കൂ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, എന്ത് രസമാണല്ലോ അത് കാണുമ്പോൾ തന്നെ. കഴിക്കാനും തോന്നുന്നില്ല, കറി വെച്ചിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിയാൻ പോവുകയാണ്. അങ്ങനെ അരിഞ്ഞ് ഇത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു. ഇത് കുറേ ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ അരിയുന്ന ആൾക്കും ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും, കാണുന്ന ആൾക്കും ബോറടിക്കും. പോർക്ക് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് പോർക്ക് അരിയുന്നതാണല്ലോ ഇവൻ കാണിച്ചു തരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ അരിഞ്ഞ് വെച്ച പോർക്ക്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാണുമ്പോൾ നിങ്ങൾ കുറേ ഉള്ളതുപോലൊക്കെ തോന്നും, പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനെ വാഷ് ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ടെറസിലേക്ക് പോയി പോർക്കൊക്കെ ആയിട്ട് അപ്പോൾ പാത്രത്തിലിട്ട് നല്ല പോലെ കഴുകണം. എന്നാലേ അതിൻ്റെ ഒരു ചോരയുടെ ഒരു ഇതും ആ ഒരു മണമൊക്കെ ഒന്ന് പോയി കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതാവുകയുള്ളൂ. ഞാനല്ല കേട്ടോ കഴുകുന്നത്, എൻ്റെ അമ്മയാണ് കഴുകുന്നത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർക്ക്. അപ്പോൾ ചിക്കനായിരുന്നു വീട്ടിൽ മേടിക്കാറ്, അപ്പോൾ പോർക്ക് മേടിക്കണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇത്. അപ്പോൾ അമ്മ അങ്ങനെ പോർക്ക് മേടിച്ചതാണ്. അപ്പോൾ അമ്മയാണ് കഴുകുന്നത്. 1-2 പ്രാവശ്യമൊക്കെ കഴുകി നല്ല രീതിയിൽ കഴുകി ഇങ്ങനെ എടുക്കുകയാണ്. ഞാൻ കഴുകാമെന്ന് പറഞ്ഞു, അപ്പോൾ അമ്മ പറഞ്ഞു നീ കഴുകിയാൽ ശരിയാവത്തില്ല. അപ്പോൾ നല്ല പോലെ അമ്മ പോർക്കിനെ അങ്ങോട്ട് കഴുകുകയാണ്, വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഇതായിട്ട് കഴുകുകയാണ്. കൊണ്ടുവരുമ്പോൾ ഒരു ചുവന്ന കളറൊക്കെ ഉണ്ടായിരുന്നു പോർക്കിന്, എന്നാൽ കഴുകി മറിഞ്ഞ് വന്നപ്പോൾ അതൊരു വെള്ള കളറായി മാറിയിരിക്കുകയാണ്. ഇപ്പം കഴുകി വെച്ച പോർക്കിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണല്ലോ. അത് ഇവിടെ നിന്നല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ ചെയ്യുന്നു. കഴുകിയ ഇറച്ചി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, എന്നിട്ട് ഒന്നും കൂടി അതിലിട്ട് കഴുകി പിന്നെ ഇതിലേക്ക് ഇടണം. എന്തൊക്കെ സമ്പ്രദായങ്ങളാണല്ലേ. ഇനി വീണ്ടും തിരിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒരു റൗണ്ട് ഒന്നും കൂടി കഴുകാനുള്ള പരിപാടിയാണ് തോന്നുന്നു. അപ്പം 3 റൗണ്ടായി കഴുകുന്നു. ഇപ്പോൾ ഇതാ ഒന്നും കൂടി കഴുകുകയാണ്. കഴുകി പോർക്കിൻ്റെ എല്ലാ അംശവും പോകുന്ന തോന്നണം ഈ അമ്മയുടെ ഒരു കാര്യം. അങ്ങനെ കഴുകി ഇത് വീണ്ടും അടുത്ത പാത്രത്തേക്ക് ഇടുകയാണ് പോർക്കിനെ. ഇത് ലാസ്റ്റ് കഴുകലാന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇനി എത്ര തവണ കഴുകണമെന്ന്. അപ്പോൾ അമ്മ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കും, അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഇതെന്ന് തോന്നുന്ന അവസാനത്തെ കഴുകൽ. അപ്പോൾ കഴുകി നമ്മൾ പോർക്കിനെ സെറ്റാക്കി വെച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഉപ്പിട്ട് വെച്ച് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും അമ്മ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. നല്ല വെള്ള ഇറച്ചിയായി മാറിയിരിക്കുകയാണ് പോർക്കിറച്ചി. പോർക്കിറച്ചി ഇഷ്ടമില്ലാത്തവർ ആരാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്കുള്ള സാധനങ്ങൾ നോക്കാം. ഇമ്മായി കുറച്ച് വെളുത്തുള്ളി, വേപ്പില, മല്ലിയിലേക്ക് എടുത്ത് പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി തക്കാളിയും കൂടി ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ, അതാണ് പച്ചമുളക്. പച്ചമുളക് ഒരു 4 പച്ചമുളകും കൂടിയൊക്കെ എടുത്ത് തക്കാളിയൊക്കെ വെച്ച് അതിനെ കുറച്ച് മല്ലിപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി ഇട്ടു. ഇനി അതുപോലെ തന്നെ കുറച്ച് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അമ്മ. പിന്നെ ഒരു ഗരം മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിനെ അടയ്ക്കാൻ പോവുകയാണ്. ഇനി ബാക്കി അമ്മ അത് മിക്സിയിൽ അടിച്ചോളും. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിന്നെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും അത് സെറ്റാക്കിയിരിക്കുകയാണ്. തുറന്നു ചുമന്ന, അയ്യോ കാണ്ട കേസ്, നല്ല അടിപൊളി ചുമന്ന മസാല. ഇനി അതൊന്നുമില്ല, നമ്മുടെ പോർക്കിറച്ചി അവിടെ വെച്ചിട്ടുണ്ട് കഴുകിയത്. അതിലേക്ക് ഇങ്ങനെ കഴുകിയ പോർക്കിറച്ചിയിലേക്ക് ആ മിക്സ് ചെയ്ത് വെച്ച മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് കേസ്. മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ല ചുമന്ന മസാലയാണ്. അത് നമ്മളിങ്ങനെ പോർക്കിറച്ചിയിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ വെച്ച് ഇങ്ങനെ മഴക്കി എടുക്കുകയാണ്, മിക്സ് ചെയ്യാണ്. എല്ലാ ഭാഗത്തേക്കും എത്തണ്ടേ. ഇത് കുറച്ച് എടുത്ത് കറി വയ്ക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ കറി ലാസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് അമ്മ പറഞ്ഞു കുറച്ചെടുത്ത് വറക്കാം, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അമ്മയുടെ ഇഷ്ടമാണല്ലോ. ഒരു കാര്യം ഇടാൻ മറന്നു കേസ് അതിൽ. അപ്പോൾ അത് ലാസ്റ്റ് അമ്മ അപ്പോഴാണ് പറയുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇടാൻ മറന്നു എന്ന്. അപ്പോൾ അമ്മ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണ്. എന്തായാലേ കുരുമുളക് പൊടി ഇടാൻ മറന്നു എന്ന്. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? ഫസ്റ്റ് തന്നെ ഇട്ട് വയ്ക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സാരമില്ല, വീണ്ടും അതിട്ട് ഒന്നും കൂടി വെച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അതും കൂടി ഇട്ട് നമ്മൾ മഴക്കി സെറ്റാക്കി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുപ്പത്ത് വെച്ച് നമ്മൾ പോർക്കിറച്ചി അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. പോർക്ക് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇതിന് നമ്മളിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് ഗൈസ്. ഇതാ നമ്മൾ മെല്ലെ അടുത്ത പോർക്ക് ഫ്രൈ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി അമ്മ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം എടുത്ത് വീണ്ടും ഫ്രൈ ചെയ്യും. ഇത് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഒറ്റ ഇത് അടിക്കാൻ തന്നെ പണി കഴിയും. ഇത് അതൊന്നുമില്ല, ഇത് കുറച്ച് വയ്ക്കും. അപ്പോൾ ഇതായിരുന്നു സൺഡേ സ്പെഷ്യൽ ഇന്നത്തെ പോർക്ക് ഫ്രൈ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പോർക്ക് ഫ്രൈ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.